ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തികമായ കാര്യമല്ല, എഴുത്തിൻ്റെ കാര്യമാണ്. പ്രശസ്തമായ പല നോവലുകളും പല കഥകളും പല നാടകങ്ങളും അത് വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റിക്കൊണ്ട് സ്വന്തം പേര് വെച്ച് സിനിമ പിടിച്ചവർ ധാരാളമുണ്ടെന്ന് ആലോചിക്കണം. കേസിന് പോകാൻ മടിയുള്ളതുകൊണ്ട് പ്രശസ്ത എഴുത്തുകാരിൽ പലരും അതൊക്കെ കണ്ണടയ്ക്കാറുമുണ്ട്. എന്നാൽ ചിലരങ്ങനെയല്ല. തൻ്റെ കുഞ്ഞിനെ മറ്റുള്ളവർ സ്വന്തമാക്കിക്കൊണ്ട് നടക്കുമ്പോൾ അത് അവകാശപൂർവ്വം പിടിച്ച് പറിക്കണം. കിട്ടിയില്ലെങ്കിൽ പോലും അത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി കേസെങ്കിലും കൊടുക്കുക സാധാരണയാണ്. നമ്മുടെ ലിസ്റ്റിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഹിന്ദിയുണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്, കന്നഡയുണ്ട്. പല ഭാഷകളിൽ ഇങ്ങനെ ഉണ്ടെന്ന് ആലോചിക്കണം. ഇപ്പം എന്താ പ്രശ്നം? പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോൾ പ്രശ്നം വെച്ചാൽ ബറോസ് എന്നുള്ളൊരു സിനിമ വെറും ബറോസ് അല്ല, അതൊരു 3D സിനിമയാണെന്ന് ആലോചിക്കണം. മിത്ത് ഉള്ള സിനിമയാണെന്ന് ആലോചിക്കണം. അത് ചെയ്യുന്നതോ മോഹൻലാലിൻ്റെ ഒരു സ്വപ്നമായിരുന്നു സിനിമ സംവിധാനം ചെയ്യുക. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി മോഹൻലാൽ ആ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ആ 3D സിനിമ ഈ കുട്ടികളടക്കം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങനെ അണിയിച്ച് ഒരുക്കിയിരിക്കുന്നതായിരിക്കണം. അപ്പോൾ ആരാണ് അണിയിച്ചൊരുക്കുന്നത്? ഇതിന് തുടക്കം മുതൽ, അതായത് ഈ TK രാജീവ് കുമാറിനും മോഹൻലാലിനും നവോദയ ഒരു കളരിയായിരുന്നു എന്ന് നമുക്ക് പറയാം. മോഹൻലാലിൻ്റെ പേര് കൂടുതൽ പറഞ്ഞില്ലെങ്കിൽ പോലും TK രാജീവ് കുമാറിനെ പറയാം. അവിടെ ജിജോ പുന്നൂസാണ് അവിടെ നവോദയയുടെ മാസ്റ്റർ ബ്രെയിൻ. ശരിക്കും അവിടെ ഉണ്ടായിട്ടുള്ള വ്യത്യസ്തമായ സിനിമകളുടെ ബ്രെയിൻ വർക്ക് ജിജോയ്ക്കായിരുന്നു. അപ്പോൾ മോഹൻലാൽ ഇങ്ങനൊരു പ്രോജക്റ്റെക്കുറിച്ച് സംസാരിച്ച് ജിജോ ആയിട്ടുമാണ് തുടക്കം വെച്ചത്. അങ്ങനെ ജിജോയാണ് എഴുത്തിൻ്റെ കാര്യത്തിലായിട്ടുള്ള പേരെല്ലാം വന്നിരുന്നത്. പിന്നെ ഇടക്കാലത്ത് വെച്ച് അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസം, എന്തോ തെറ്റിദ്ധാരണകളായിട്ട് അതങ്ങനെ മാറി. ജിജോ പിന്മാറി എന്നും കേട്ടിരുന്നു. പക്ഷെ അതൊന്നും സിനിമയെ ബാധിച്ചില്ല. അങ്ങനെ സിനിമയുടെ ഷൂട്ട് ചെയ്ത് മറ്റു കാര്യങ്ങൾക്കുമായി ചെയ്തുകൊണ്ട് ഈ വരുന്ന ക്രിസ്മസിന് സിനിമ റിലീസ് ചെയ്യണം തക്ക രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 14 വർഷം മുമ്പ് ശശി തരൂർ MP പ്രകാശനം ചെയ്ത ഒരു പുസ്തകമുണ്ട്, ഒരു നോവൽ. മായ എന്നാണ് പുസ്തകത്തിൻ്റെ പേരിൽ. അത് എഴുതിയത് ജോർജ് തുണ്ടിപ്പറമ്പിൽ എന്നുള്ള ജർമ്മൻ മലയാളിയായ എഴുത്തുകാരനാണെന്ന് ആലോചിക്കണം. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ബറോസിൻ്റെ നിർമ്മാതാക്കൾക്കെതിരെ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കാര്യത്തിലുള്ള എൻ്റെ നോവലാണ് ഈ ബറോസിന് ആധാരം, അതുകൊണ്ട് തന്നെ കഷ്ടനഷ്ടങ്ങൾ, നഷ്ടപരിഹാരം വേണം, തൻ്റെ പേര് വെക്കണം, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പക്ഷെ അത് അംഗീകരിച്ച് കൊടുക്കാൻ ഇവിടെ പലരും തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ എഴുത്തുകാരൻ ചെയ്തെന്താ? എഴുത്തുകാരൻ്റെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം 18 വയസ്സായ യുവതിയാണെന്ന് ആലോചിക്കണം. ആ യുവതിയുടെ കാഴ്ചപ്പാടിലാണ് മായ എന്ന നോവൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ബറോസ്, മോഹൻലാലിൻ്റെ ബറോസ് അങ്ങനെയാണോ? അങ്ങനെയല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ സാമ്യം ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. കഥയുടെ ഏകദേശം കാര്യം പോലെ സാമ്യം കിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കാലത്തേക്ക് നമ്മൾ നീർക്കോലി കടിച്ചാലും അന്നം മുടങ്ങുന്നുള്ളൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഈ റിലീസ് അടുത്ത് വരുന്ന അവസരത്തിൽ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ, കാരണം കേസ് കൊടുക്കേണ്ടത് ഇപ്പോഴല്ല, ശരിക്ക് മുമ്പേ ഇത് എത്ര നാളുകളായി തുടങ്ങിയിട്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജർമ്മൻ മലയാളി എഴുത്തുകാരന് അറിയുകയും ചെയ്യാം. അന്നൊന്നും ചെയ്യാത്ത കാര്യങ്ങൾ ഈ അവസാന നിമിഷം കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില കളികളൊക്കെ ഉണ്ടെന്ന് ആലോചിക്കണം. ആ കളികൾക്ക് പുറകിലും മുൻപ് മോഹൻലാലിനോട് സഹകരിച്ചിരുന്ന ഒരു സംവിധായ എഴുത്തുകാരൻ്റെ കൈകളുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇനി നമുക്ക് വേറൊരു കാര്യത്തിൽ, ഈ കേസ് നിലനിൽക്കുമോ? ഞാൻ ചില വക്കീലുമാരായിട്ട് ആലോചിച്ചു. അപ്പോൾ അവർ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞ പലരുണ്ട്, അവർ ഇത്തരം കേസുകൾ പലരും കൈകാര്യം ചെയ്തിട്ടുണ്ട്, പല കേസുകളും അവർ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഭൂരിഭാഗം സിനിമകളും തള്ളപ്പെടുകയുണ്ടായത്. അതായത് എഴുത്തുകാരെന്ന് പറഞ്ഞു വരുന്നവർക്ക് നീതി അനീതി എന്ന് എന്താ പറയേണ്ടത്, അവർക്ക് അനുകൂലമായിട്ടല്ല പലപ്പോഴും വിധി വന്നിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഹിന്ദിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ വളരെ ഹിറ്റായി കൊടുക്കുന്ന സിനിമ റിലീസായപ്പോൾ അതിൻ്റെ കഥ തൻ്റേതാണെന്ന് പറഞ്ഞ് ഒരു എഴുത്തുകാരൻ അത് കേസ് കൊടുത്തപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ആൾ, അതായത് സംവിധായകൻ അടക്കമുള്ള നിർമ്മാതാവ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, തനിക്ക് പരിചയമുള്ള തൻ്റെ 5-10 സുഹൃത്തുക്കളെ കൊണ്ട് പല ഭാഗത്തുനിന്ന് കേസ് കൊടുത്തു. എന്ത് പറഞ്ഞു? ഈ കഥ എൻ്റേതാണെന്ന് ഒരു കേസ് കൊടുത്തു. അപ്പോൾ കോടതിയിൽ വന്നപ്പോഴോ
ഒരു കഥ ഒരാളുടേതല്ല. ഈ കഥയുടെ അവകാശം പറഞ്ഞത് 10-12 പേരാണ് അവകാശം വന്നിരിക്കുന്നത്. അപ്പോൾ കോടതി കണ്ടെത്തി എന്താണ് അവിടെ, ഇത് ഒറിജിനലാണെങ്കിൽ ഒരാളുടേതാണെങ്കിൽ ഇങ്ങനെ 12 പേർക്ക് അവകാശം ഉന്നയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള വേറെ എവിടെ നിന്നോ എടുത്തൊരു കഥയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലോ എന്ന് കേസ് തള്ളിപ്പോയി എന്ന് പറഞ്ഞു. പിന്നൊരു പേരെ കാര്യങ്ങൾ എടുക്കാം. നമ്മുടെ പ്രശസ്തനായ നമ്മുടെ സംവിധായകനും തിരക്കഥാകൃത്താണ് എഴുത്തുകാരാണ് പത്മരാജൻ. പത്മരാജൻ്റെ അടുത്ത സിനിമകളോ അധികമൊന്നും സൂപ്പർ ഹിറ്റുകളായിട്ട് ഓടിയിട്ടില്ല. പക്ഷേ ക്ലീൻ സിനിമ, നല്ല സംവിധായകൻ, നല്ല തിരക്കഥാകൃത്ത് എന്നുള്ള പേര് കിട്ടിയിരുന്നു. നല്ല തിരക്കഥാകൃത്ത് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ 2 പേരാണെന്ന് ഏറ്റുമുട്ടിയിരുന്നത് MTയും പത്മരാജനും. അതിൽ MT ആണ് ഏറ്റവും നല്ല തിരക്കഥാകൃത്ത് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, വേറൊരു വിഭാഗം ഏറ്റവും നല്ല തിരക്കഥാകൃത്ത് പത്മരാജൻ എന്നും പറഞ്ഞ് ഞാനും പറഞ്ഞിരുന്നു എന്നുള്ളത്. അത്രമാത്രം നല്ല രീതിയിലാണ് പത്മരാജൻ എഴുതിയിരുന്ന ആലോചിക്കണം. അങ്ങനെ പത്മരാജൻ എഴുതിയ ഒരു സിനിമ ചെയ്തപ്പോൾ എന്താ, സിനിമയുടെ പേര് ഒരിടത്തൊരു ഫയൽവാൻ. ഈ സിനിമയുടെ കഥ തൻ്റേതാണെന്ന് പറഞ്ഞിട്ട് പ്രശസ്ത നോവലിസ്റ്റായ നൂർനാട് ഹനീഫ കോടതിയിൽ പോയി. ആ നോവൽ ഗോദ എന്നാണ് ആ നോവലിൻ്റെ പേര്. ആ നോവലാകട്ടെ കേരള ശബ്ദത്തിൽ കണ്ടശ പ്രസിദ്ധീകരിച്ചതാണെന്ന് ആലോചിക്കണം. അതൊരു ഗുസ്തിക്കാരൻ്റെ കഥ ആയിരുന്നു ആലോചിക്കണം. അപ്പോൾ പെട്ടെന്ന് തോന്നുമ്പോൾ ഗോദ ഒരു ഗുസ്തിക്കാരൻ്റെ കഥയാണ്. ഇവിടെ പത്മരാജൻ ചെയ്തിരിക്കുന്ന ഒരിടത്ത് ഫയൽവാൻ അതൊരു ഗുസ്തിക്കാരനാണ്. റഷീദാണ് ഗുസ്തിക്കാരനായിട്ട് ശരിക്കും അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, നമ്മൾ വേറെയും ഗുസ്തി കഥകൾ വന്നിട്ട് താരാസിങ്ങിനെ കഥാപാത്രമാക്കിയിട്ട് പിന്നെ ഇവിടെ സിനിമ വന്നിട്ടുണ്ട് മുത്താരം കൊന്നുപിയോ. അപ്പോൾ ഈ 2 കേസ് കോടതിയിലെത്തുമ്പോൾ ഒന്നാമത് പത്മരാജൻ്റെ സിനിമ അതിങ്ങനെ തടയപ്പെട്ടു പോകുമ്പോൾ വല്ലാത്ത വിഷമം. കോടതി എന്താണ് കണ്ടെത്താനില്ല. കോടതി നോവലും വായിച്ചു, സിനിമയും കണ്ടു എന്നല്ലേ. സിനിമയും കണ്ടപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഗുസ്തിയാണ് പ്രധാന കഥാപാത്രം. അത് ഒരു സിനിമയിൽ മാത്രമല്ല പല സിനിമകളിലും വന്നിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ എഴുത്തുകാരന് നീതി കിട്ടിയില്ല. അത് നമ്മുടെ പത്മരാജന് അനുകൂലമായിട്ടാണ് ആ വിധി ഉണ്ടാക്കിയത്. ഇങ്ങനെ എത്രയോ സിനിമകൾ ഉണ്ടായിരിക്കുന്നു. വിനയൻ സംവിധാനം ചെയ്ത സിനിമയുടെ കഥയുണ്ടല്ലോ, ലക്ഷ്മി അതുപോലെ കലാഭവൻ മണി വെച്ച് വളരെ പ്രശസ്തമായ ആ സിനിമയുടെ കഥ തൻ്റേതാണെന്ന് പറഞ്ഞ് ശരത്ചന്ദ്രൻ വയനാട് വന്നിരുന്നു ആലോചിക്കണം. ആ കുറേ കാലം കേസുകൾ നടന്നു. ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അറിയില്ല. ഇപ്പം എന്തായാലും കുറേ പണം കൊടുത്ത് ആ കേസ് ഒതുക്കി എന്നാണ് എനിക്ക് അറിയാൻ പറഞ്ഞത്. പിന്നെ പലരും ഇത്തരം കേസുകൾക്ക് പോകാറില്ല. വേറൊരു കാര്യം, ഞാൻ തന്നെ എൻ്റെ ഒരു കാര്യം പറയാം. ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചോ 2 ലക്ഷം രൂപ കൊണ്ട് അഡ്വാൻസ് കൊടുത്തതാണ് വർഷങ്ങൾക്ക് മുൻപ് ശ്രീനിവാസനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ ആദ്യം ഒരു സിനിമ ചെയ്തു. രണ്ടാമത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സിനിമ കഥ, സംവിധാനം, എഴുത്ത് എല്ലാം ശ്രീനിവാസനായിരിക്കണം. രണ്ടാമത്തെ നായിക ഉർവശി. അങ്ങനെ അത് വെച്ചുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കി. സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും എൻ്റെ ഭാര്യയും തമ്മിലുള്ള എഴുത്തുകുത്തുകളുടെ കഥ, അതാണ് കഥ. സുലോചന തന്നെയാണ് അതിൻ്റെ കഥാപാത്രമായിരിക്കുന്നത്. ഞങ്ങളത് വന്നു അതിൻ്റെ ഡിസ്കഷൻ ചെയ്തു. അന്ന് പ്രശസ്തനായ ജയരാജായിരുന്നു അതിൻ്റെ അസോസിയേറ്റായിട്ട് വന്നിരുന്നത്. സ്വർഗചിത്ര അപ്പച്ചനാണ് ആ സിനിമ ചെയ്യാമെന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ മഹാറാണി ഹോട്ടലിൽ ശ്രീനിവാസൻ പല കേന്ദ്രങ്ങളിൽ വെച്ച് അത് എഴുതാൻ ഞാൻ പുറകെ നടന്നു, കാശും ചിലവാക്കി. അവസാനം ആ സിനിമ നടക്കില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അതിൻ്റെ മറ്റു കാരണം അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാവുന്ന കാര്യമില്ല. പിന്നീട് ഈ സിനിമയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. ആ സിനിമ ആരും ചെയ്തില്ല. പിന്നെ കേൾക്കുന്നത് എന്താ, പ്രിയദർശൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ശ്രീനിവാസൻ അഭിനയിക്കുന്നുണ്ട്, മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, ഉർവശി തന്നെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടതെന്ന് ആലോചിക്കണം. ആ പറഞ്ഞു കേട്ടപ്പോഴത്തിൽ ആ സിനിമ ഇത് ഞാൻ കണ്ടില്ല. എൻ്റെ വീട്ടിൽ തന്നെ പലരും ഈ സിനിമ കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത് മിഥുനം എന്നുള്ള സിനിമയാണ് പറ്റുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെയാണ് പറഞ്ഞത് അത് എൻ്റെ ഭാര്യയുടെ പേര് പോലും അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായില്ല. സുലോചന എന്നുള്ള പേര് തന്നെയായിരുന്നു ആലോചിക്കണം. ഈ കഥാപാത്രം തന്നെയാണ് നമ്മൾ അന്ന് ശ്രീനിവാസൻ്റെ കഥ നായികയായി ഉർവശിയെ തീരുമാനിച്ചിരുന്നത്. അതേ കഥ തന്നെയാണ് പിന്നീട് കുറച്ച് മാറ്റങ്ങളോടെ വെച്ചാൽ എന്നോട് ചോദിക്കുകയോ പറയുകയോ എനിക്ക് കൊടുത്ത കാശ് തിരിച്ച് തരികയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ കേസിന് പോയില്ല. കേസിന് പോയിരുന്ന കാര്യം അപ്പോൾ കേസിന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണം. ഇങ്ങനെ നിരപരാധികളായ കുറേ എഴുത്തുകാർ, കുറേ സംഭവങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്താ പറ്റിയിരിക്കുന്നത്, ജർമ്മൻ എഴുത്തുകാരനായുള്ള കയ്യിൽ കാശ് അത്യാവശ്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ 16 വർഷം മുമ്പ് റിലീസ് ചെയ്ത ഈ പുസ്തകം ശശി തരൂരാണ്. മാത്രമല്ല അയാൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു കോപ്പി ടി.കെ. രാജീവ് കുമാറിന് കൊടുത്തിരുന്നു എന്നതാണ്. അന്ന് ടി.കെ. രാജീവ് കുമാർ വായിച്ച് പറഞ്ഞു ഇത് ജിജോ പിന്നൂസുമായി സംസാരിച്ചിട്ട് നമുക്കിത് സിനിമയാക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് ആ ജർമ്മൻ എഴുത്തുകാരൻ പറഞ്ഞത്. പിന്നീട് കാക്കുന്നത് ഇങ്ങനെയാണ്. ഇതെല്ലാം വന്നിരിക്കുന്നത് ഇതിപ്പോൾ കോടതിയിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ ബെറോസിനെ തൽക്കാലം
പിടിച്ചു നിർത്താൻ കഴിഞ്ഞെങ്കിലും കോടതിയിലേക്കാണ് പോകുന്നത്. എങ്ങനെ ഇതിൻ്റെ ലക്ഷണങ്ങളും ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ മായ എന്നുള്ള നോവൽ കണ്ടെടുത്തു കഴിഞ്ഞു, അത് വായിക്കുന്നു. ഈ ബറോസും കോടതി കാണുന്നു. രണ്ടും കാണുമ്പോൾ ഈ കുറച്ച് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരിക്കാം. പിന്നെ നല്ല കള്ളന്മാർ എങ്ങനെ നിൽക്കുന്നത് തോന്നുന്നു. ഉദാഹരണം പ്രിയൻ എടുക്കുക. പ്രിയൻ ഞാനൊരു മോഷ്ടാവാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടാണ് പ്രിയദർശൻ. പക്ഷേ പ്രിയൻ്റെ സിനിമകളോട് നമുക്ക് ദേഷ്യം തോന്നുന്നു. എത്ര മനോഹരമായിട്ടാണ് പ്രിയൻ മറ്റു ഭാഷകളിൽ നിന്ന് സബ്ജക്റ്റെല്ലാം മോഷ്ടിച്ചിരിക്കുന്നത് എന്നതുപോലെ മോഷ്ടിക്കുന്നവൻ നല്ല മോഷ്ടാവാണെങ്കിൽ ഇതൊക്കെ കേസിന് അതീതമായിരിക്കും. ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് ചില നിയമ വിദഗ്ധന്മാരും ആലോചിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് കോടതി ചെന്നാൽ തള്ളിപ്പോകും, ബെറോസ് മോഹൻലാലിന് കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും ബെറോസ് കാണാൻ കാത്തിരിക്കുന്ന കുറേ പേരൂടെ ഉണ്ടെന്ന് ആലോചിക്കണം. അതൊരു നല്ല സിനിമയായിട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ജർമ്മൻ എഴുത്തുകാർ കിട്ടാനുള്ള പ്രതിഫലം അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവസാനിപ്പിക്കട്ടെ. അങ്ങനെ ബെറോസ് മോഹൻലാലിൻ്റെ സ്വപ്നതുല്യമായ സംവിധാനത്തിൻ്റെ കീഴിൽ നമുക്കെല്ലാവരും കാണാനുള്ള അവസരമുണ്ടാകട്ടെ.